ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക തീയലാണ്. അതിനു വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ: വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞത്, അധികം മുറ്റാത്ത വെണ്ടയ്ക്ക വേണം. സവാള ചെറുതായി അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ചെറിയ വലിപ്പത്തിൽ പുളി, തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അതിന് വേണ്ട മസാലകൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉലുവപ്പൊടി, അല്പം എരിയുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ തേങ്ങ വറുത്തെടുത്തത്, അല്പം കറിവേപ്പിലയും കുരുമുളകും ചേർത്ത് വറുത്തെടുത്തതാണ് തേങ്ങ. ഇത് ചോറിന് കൂട്ടാൻ നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇടയ്ക്ക് നമ്മളെപ്പോഴും നോൺ വെജ് കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നമുക്ക് ചോറിന്, അപ്പത്തിന്, ചപ്പാത്തി ഇതിനെല്ലാം കൂടെ സൈഡ് ഡിഷായിട്ട് ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് തയ്യാറാക്കാം. ആദ്യമായിട്ട് തേങ്ങ പൊടിച്ച് റെഡിയാക്കി വെക്കുകയാണ്. മിക്സിയിലിട്ട് വറുത്ത തേങ്ങ പൊടിച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ അടുപ്പത്ത് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നു. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തീയലുണ്ടാക്കുന്നതിന് നമുക്ക് അല്പം ടൈം വേണ്ടി വരുന്നത് നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നതിനാണ്. പിന്നെ തേങ്ങ വറക്കുന്നതിന് അല്പം സമയം വേണ്ടി വരും. ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ കുറച്ച് നമ്മുടെ ഫ്രഷ് തേങ്ങ ചിരകിയതും, കുറച്ച് ഞാൻ നമ്മുടെ കോക്കനട്ട് പൗഡർ, നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കോക്കനട്ട് പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ഡ്രൈ ആയിട്ടുള്ളത് ഇവിടെ കിട്ടുമല്ലോ, അത് ആ തേങ്ങയാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് ഭാഗം ഫ്രഷ് തേങ്ങയും കുറച്ച് തേങ്ങാപ്പൊടിയുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഒരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ്. അധികം മൂക്കാത്ത വെണ്ടയ്ക്ക നോക്കി എടുക്കുന്നതാണ് തീയലിന് എപ്പോഴും നല്ലത്. പിന്നെ കഷ്ണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വഴറ്റാൻ പെട്ടെന്ന് വെന്ത് വരാനും ഒക്കെ എളുപ്പത്തിനാണ് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റണം. മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് ചേർത്ത് അല്പം ഉപ്പും ചേർത്താണ് നമ്മളിവിടെ വഴറ്റുന്നത്. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയും മറ്റു കൂട്ടുകളും എല്ലാം ഒരുവിധം വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മറ്റുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം.
നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർന്ന് കൂട്ട് ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ചേർത്തത് ചൂടുവെള്ളമാണ്. വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. കാരണം ഇതെല്ലാം വെന്ത് വന്നിരിക്കുന്ന വെജിറ്റബിൾസാണ്. അപ്പം നമുക്ക് വീണ്ടും തണുത്ത വെള്ളം ഒഴിക്കേണ്ടെന്ന് ഓർത്ത് വെജിറ്റബിൾ വെന്തതായതുകൊണ്ട് തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അല്പം പുളിവെള്ളവും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുളിക്ക് പകരം വേണമെങ്കിൽ തക്കാളി യൂസ് ചെയ്യാവുന്നതാണ്. പുളിയോ തക്കാളിയോ എന്തെങ്കിലും അല്പം പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കറി. ഇപ്പം പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുളിവെള്ളം തണുത്തതായിരുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ തിള അവിടെ നിന്നത്. ഇനി ഇതെല്ലാം കൂടി തിളച്ച് വറ്റി വരണം. ഞാനിപ്പം തേങ്ങയുടെ അരച്ചത് തേങ്ങ പൊടിച്ചെടുത്തത് ആഡ് ചെയ്യുന്നില്ല. ഇത് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതൽ നിൽക്കും അതിലേക്ക്. തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് അത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അധികം വേവില്ല ഇതിന്. ഓൾറെഡി നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ വെന്തതാണ്. പിന്നെ അധികം വേവില്ല. പിന്നെ ഒന്ന് കറി വറ്റി വന്നാൽ മാത്രം മതി. അപ്പം നമുക്ക് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇതിന്. നമുക്ക് തീയലുണ്ടാക്കുമ്പോൾ നല്ലത് ചെറിയ ചുവന്നുള്ളിയാണ് നല്ലത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അന്ന് കറി വറ്റി വരട്ടെ. കറി വറ്റി വന്നിട്ടുണ്ട്. ഈ വറ്റി വന്ന സമയത്താണ് ഞാൻ അതിലേക്ക് ആ തേങ്ങയുടെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുത്തത്. അത് ഞാൻ ഇടുന്ന കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഇട്ടത്. പിന്നെ അതിൻ്റെ മിക്സിയുടെ ജാറിലുള്ള ഇതുകൂടെ ഒന്ന് കഴുകി ആ അരപ്പ് കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. നന്നായി ഇളക്കി ഒന്നും കൂടെ ചെറുതായി തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് കടുക് വറക്കണം എന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ അല്പം കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് താളിച്ചൊഴിക്കാവുന്നതാണ്. ഞാനിവിടെ കടുക് താളിച്ചിട്ടില്ല. നമ്മൾ കാരണം എല്ലാം വരട്ടിയെടുത്തേക്കുന്നത് എണ്ണയിലാണ്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തതാണ് വീണ്ടും ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എണ്ണ ചേർക്കണമെന്ന് ആവശ്യമില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ ചോയ്സ്. നമുക്ക് അല്പം കൂടി ടേസ്റ്റ് വേണമെങ്കിൽ അല്പം കടുക് വറുത്ത് താളിച്ച് എടുക്കാവുന്നതാണ്. ഞാനൊരല്പം പുളി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരല്പം പുളിയും ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആയപ്പോൾ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് പുളിയും മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ എരി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ പേഴ്സണലായിട്ടുള്ള ഇത് ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനല്പം കറിവേപ്പില മാത്രം മുകളിൽ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. കടുക് താളിച്ചിട്ടില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ എനിക്ക് തീയലിൻ്റെ കൂടെ എപ്പോഴും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോരുകറിയാണ്. മോര് കാച്ചിയത് എന്നൊക്കെ പറയുന്ന ചോറും മോരുകറിയും തീയലും ഉണ്ടെങ്കിൽ സംഭവം സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തി വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.
നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.